അവിഹിത കഥകൾ, പുച്ഛങ്ങൾ, അവഹേളനങ്ങൾ എല്ലാം കൊണ്ടുവാ. ഈസി പ്യാരി, ഈസി ഈസി, നിനക്കിത് പറ്റും. പ്യാരി ഉണരൂ, കൊണ്ടുവാ, ഐഡിയ കൊണ്ടുവാ. പ്യാരിയേ, പ്യാരിയേ, ഈ ചെക്കന്റെ എവിടെ പോയി കിടക്കണം? ഒരു കാര്യം ഏൽപ്പിച്ച പ്യാരിയേ, പ്യാരിയേ, എന്താച്ചാ ഞാനിവിടെ ഒരു ജോലി ചെയ്യണ കണ്ടൂടെ? എന്ത് ജോലി? എന്ത് ജോലിയാണോ നീ ചെയ്യണേ? ഞാൻ എന്റെ ബ്രെയിൻ കൊണ്ടുള്ള എക്സർസൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നോട് ഞാനൊരു പണി പറഞ്ഞല്ലേ, കാലത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരടക്കാൻ പറഞ്ഞു. ഞാൻ കരടക്കാനാ? അപ്പൊ എന്റെ പണി അച്ഛൻ എടുക്കുവോ? നീ എന്ത് പണിയെടുക്കണേ? അച്ഛാ, ഞാൻ എന്റെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് ട്രോൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടേ. എന്താണ് ഈ ട്രോള്? എന്റെ അച്ഛ, പണ്ട് ഈ പീഡിയറാത്തും ബാർബർ ഷോപ്പിലും പൈപ്പിൻ ചോട്ടിലൊക്കെ ഇരുന്ന ആളുകൾ പറയൂലേ തമാശയും അധിക്ഷേപമൊക്കെ, അതിപ്പോ ഞാൻ ട്രോളായിട്ട് ഉണ്ടാക്കി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ആളുകൾ ചിരിക്കണത്. എടാ, നീ പോയിട്ട് വില്ലേജ് ഹൗസിൽ പോയി കരടയ്ക്ക, എന്നിട്ട് ഭരണ വഴിക്ക് പച്ചക്കറി മേടിച്ചിട്ട് വരാ. അച്ഛ, വില്ലേജ് ഹൗസിൽ പോകാനും പച്ചക്കറി മേടിക്കാനും ഏത് ഊളക്കും പറ്റും. അതുകൊണ്ടാ എന്നോട് പറഞ്ഞു പോയി മേടിച്ചിട്ട് വാന്ന്. എന്തറിഞ്ഞിട്ടാണ് അച്ഛൻ എന്നോട് ഈ സംസാരിക്കണ? ഇത് ക്രിയേറ്റീവ് ഹെഡാണ്. ഞങ്ങള് പച്ചക്കറി മേടിക്കാനുള്ളതല്ല. നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് മീം ഒപ്പിച്ച് ട്രോൾ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കണം. അല്ലാതെ അച്ഛൻ പറയണോടത്ത് വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്ത കുടുംബത്തെ എന്താ കാര്യം? കോടിക്കണക്കിന് ലൈക്കും ഷെയറും ആണ് കിട്ടണത്. ഈ ലൈക്കും ഷെയറും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലേ വില്ലേജ് ഓഫീസിലെ കരടയ്ക്കാനും പച്ചക്കറി കൊത്തി മുറിക്കാനും പറ്റുമോ? എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാന്? നിങ്ങളുടെ മോനായത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതന്നെ ഞാനും പറയണേ, ഇങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് എന്തിനാ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ രാജ്യം മുഴുവൻ പാരിയുടെ ട്രോള് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കാര്യം ഞാൻ പറയാം, വില്ലേജ് ഹൗസ് പോയി കരടച്ച് പച്ചക്കറി മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ 3 നേരം ഞണ്ണാൻ കിട്ടില്ല ഇവിടുന്ന്. അന്നെ പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. താഴുത നാട്ടുകാരെ കൊണ്ട് അതൊന്ന് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാം. കേട്ടോ, ഈ തന്തയ്ക്ക് തന്ത് പറ്റി. ചിലയിടത്ത് വില്ലേജ് ഓഫീസ്, ചിലയിടത്ത് പച്ചക്കറി. മിണ്ടാതെ സഹിക്കുകയാണ് ഞാൻ. ഇത് കൊള്ളാലോ, ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ടൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കാം. ഈ തന്തയ്ക്ക് തന്ത് പറ്റി. ആദ്യമായിട്ട് അച്ഛനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഈ മാവിൻചോട് തരക്കേടിൽ ഇവിടെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. അടിപൊളി സാധനങ്ങൾ പോരട്ടെ. നമ്മുടെ നാടും ഈ പരിസരവും ഈ കൃഷിയെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചേ. അത് ചോദിച്ചാ പോരെ കേട്ട്. എനിക്ക് ഹിന്ദി അറിയില്ല. അറിയില്ല അല്ലേ? എനിക്ക് കുറെ അറിയാം, പക്ഷേ ചില സമയം പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം. ബ്രഹ്മൻ സാർ, കേരളം ഇവിടുത്തെ എല്ലാരും നല്ല അച്ഛന്മാരൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ്. നമ്മളൊക്കെ പ്രായം മുതിർന്ന ആൾക്കാരല്ല, നമ്മളൊക്കെ നല്ല, നമ്മുടെ പെരുമാറ്റം നല്ലതാണല്ലോ. അച്ഛാ, हिंदी नहीं मालूम? മാളു എന്റെ മോളെ പേരാണ്. അല്ലല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലായി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയെന്നാണ് ചോദിച്ചത്. മാളു അല്ല, മണ്ടോദരി. മാളു നഹി, മണ്ടോദരി. മണ്ടോദരി. ओ नहीं बोला. आप लोग मलयालम छोड़ के हिंदी में बात करो. ചോറും കറിയും നമുക്ക് എടുക്കാം, കപ്പയും ഉണ്ട്, അതെല്ലാം നമ്മൾ കരുതുന്നുണ്ട് ഉച്ചയ്ക്ക്. हिंदी में बात करो. ഊണേ കട്ടൻ ചായയില്ലു, പഴംപൊരി ഇല്ലേ? പഴംപൊരി ഇല്ല. എന്ത് പരിപാടി! അതിഥികൾ വരുമ്പോ അങ്ങനെയാണ് സൽക്കരിക്കാൻ. ഉള്ളത് കൊടുക്കുക. ओ काला चाय. കാലെന്നാ വിളിക്കുന്ന മന്മ കേട്ടാ. അതാണ്, അത് വേറെന്തോ നല്ല കൊള്ളാം ചായ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. अभी नहीं है, बाद में. അവർക്ക് ചിലപ്പോ ഇനി പാൽ ചായ അല്ലാത്തോണ്ടായിരിക്കും. इधर चाय की पीनी बनाका ऐसा होता है. പ്രസിഡന്റ് നമ്മളെ പ്രസിഡന്റ്. ओ नमस्ते जी. नमस्ते. नमस्ते. बहुत टाइम से हम लोग
इंतजार करते हैं आप लोग के लिए ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് പറയണത്. ഉണ്ട് അവർക്ക്. അതായത് നമ്മുടെ പഞ്ചായത്തിലെ കൃഷിയെ കുറിച്ച് നാട് മുഴുവനും ഫേമസ് അല്ലേ. അപ്പൊ അവർ അതിനെ കുറിച്ച് പഠിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ടീമായത്. ഓ അവര് വന്ന് എല്ലാം കണ്ടു. അവർക്ക് ഭയങ്കര ഹാപ്പിയാ. ഓക്കെ. ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഒന്നും വേണ്ട. ഒന്നുമില്ല. ഈ 2023 സാമ്പത്തിക मैडम थोड़ा हिंदी में बात करो. हम लोग कुछ समझ नहीं आते. ഓ मालूम नहीं पड़ते. മാലിന്യം അറിയില്ല. മാലിന്യ പ്ലാന്റിനെ പറ്റിയായിരിക്കും. നമ്മുടെ एक काम करो. ആ हम लोग कुछ वीडियो लेते. ഓ उधर जाके हर ग्राम पंचायत में हम लोग जाके देखा आप लोग का खेती में. ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് വീഡിയോ എടുക്കണം അത്രേ. നല്ലതാ. भाई साहब वीडियो खींचो. കടയല്ലേ? आप लोग का खेती इतना बड़ा कैसे हो गया? आप लोग का खेती हाँ। नारियल हाँ। हर चीज इतना बड़ा कैसे हो गया? सक्सेस कैसे हो गया? അതായത് ഇതൊക്കെ എങ്ങനെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ ആയിരിക്കും. അതൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളെ രീതി പറയും മാഡം. नमस्ते. 2023 का साമ്പത്തിക पद्धति पद्धति की इंक्लूड करता है कार्षिक पद्धति. देन all the ജനങ്ങൾ വിത്ത് അസ്. പിന്നെ അവർ അവർ സക്സസ് ഹേ. ദിസ് പദ്ധതി ഈ പദ്ധതിയിൽ 2023 കാർഷിക പദ്ധതി സക്സസ് ഹേ. ശുക്രിയ ശുക്രിയ. करो भाई. ആ क्या बोला? ओके ഓക്കെ. नहीं मालूम. मलयालम में नहीं, हिंदी में बताओ. हिंदी में ഹലോ. മുഖ്യമന്ത്രി. ഓക്കെ സാർ. ഓക്കെ സാർ. ചീഫ് മിനിസ്റ്റർ. ഇവരെയൊക്കെ വേഗം പറഞ്ഞു വിട്. അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നത്. അത് പറയാ അവരോട്. പറയൂ. മുഖ്യമന്ത്രി കമ്മിങ് ഹിയർ. വരും ഹേ. चीफ मिनिस्टर CM വരും ഹേ. വരൂ. നിങ്ങൾ പോകും. സെക്യൂരിറ്റി ഗോ. चीफ मिनिस्टर हाँ। इधर देखने के लिए. हाँ। वो हम लोग को जाएगा. हाँ। मैडम धन्यवाद. ശരി. നന്ദി നന്ദി. ठीक है, നമസ്തേ. ठीक है, जाओ. ഓ എന്തായിരുന്നു? ഒരു വിധം ഞാൻ പറഞ്ഞ ഒപ്പിച്ചില്ലേ? ഒരുവിധമല്ല, വളരെ നല്ല രീതിയിലാണ് മാഡം പറഞ്ഞേക്കുന്നത്. അതെ, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നല്ലേ. സ്വയം നേരാവില്ല എന്ന് തീരുമാനിച്ചാലേ പിന്നെ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല. നേരാവില്ല. നല്ലൊരു പണി ഉണ്ടായിരുന്ന അത് കളഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പ്രാന്ത പണിക്ക് നടക്കുന്നത്. അല്ല മെമ്പറത്തെ ഈ വഴിക്കൊക്കെ നിങ്ങളുടെ സുഗത മറ്റേ എന്താ പേര് ഞാൻ മറന്നല്ലോ. പേരമ്മണിന്ന് അതിന് വിറ്റു കറവ് പറ്റിയപ്പോ. അതല്ല മറ്റേ നിങ്ങളെ ഭാര്യ ജാനകി. ഭാര്യല്ല, മോൻ 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 മോൻ. ഒന്നും പറയണ്ട എന്റെ മെമ്പർ. എങ്ങനെ ഒരു പൊരുത്തം കെട്ടുണ്ടായതിന്റെ ശേഷം എന്റെ ജീവിതം പോയി പറഞ്ഞാൽ മതിയല്ലോ. വട്ടാന്നാ തോന്നുന്നു. നല്ല ബുദ്ധിയുള്ള ആളാ. എന്ത്? നിങ്ങളുടെ മകനെ നല്ല ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞതാ. എന്താ മെമ്പർ ഈ പറയുന്നത്? അവനെവിടെ? അവനതാ കണ്ട ആ മാവിന്റെ ചോട്ടിലേ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കലാ പണി. ഒന്ന് കാണണം. എന്ത് വിവരമുള്ള ആളാ. അതെ മോനെ. ശരി ശരി, എന്നാ അങ്ങോട്ട് പോ. വിവരമുള്ള ചെക്കനാ. ഈ പഞ്ചായത്ത് നിന്നൊക്കെ മെമ്പർമാര് കാണാൻ വരിക പറയുമ്പോ
ഞാനേ വില്ലേജിൽ പോയിട്ട് ഞാൻ കരടച്ചോളാം, അല്ലാതെ അവന്റെ കാര്യം നടത്തട്ടെ. ഇങ്ങനെ കണ്ടു. സത്യേട്ടാ എന്തുണ്ട്? നല്ലതാണ്. സുഖല്ലേ? സുഖം സുഖം. എന്തേ വന്ന്? അതായത് വേറൊരു വിശേഷമുണ്ട്. ഇരിക്കി എന്നാ കഴിക്ക്. വേണ്ട, ഇല്ല കഴിച്ചോ. ഇതിപ്പോ ഇതിന്റെ ഒരു പ്രസാദമാണ്. ഇത് ഓഫീസ് ഇങ്ങോട്ട് പറ്റിയോ? ഇല്ല ഓഫീസ് അവിടെ വീടിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണ് നല്ല ചിന്തകൾ വന്നേന്ന് അറിയൂല. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ കൊള്ള ഒരു 3 കത്തി. അപ്പൊ അതപ്പൊ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് അങ്ങനെ രസമല്ലേ ഇത്? എന്തേ വന്നത്? നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താപ്പത്? ഏതിന്റെ? കൃഷി ഓഫീസാ? കൃഷി ഓഫീസല്ല, കൃഷി ഓഫീസല്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന്റെ മൃഗാശുപത്രി അല്ല. മൃഗാശുപത്രിയുടെ ഈ മനസ്സിലായില്ലേ? മൃഗാശുപത്രിയുടെ മറ്റേ ആർച്ച് പോലത്തെ ബോർഡൊക്കെ ഉള്ളതാ? പഞ്ചായത്ത് ഓഫീസാ? പഞ്ചായത്ത് ഓഫീസില് ഒരു സംഭവം ഉണ്ടായി. എന്താ പറഞ്ഞാല്, നമ്മുടെ മറ്റേ സംസ്ഥാനം ഉണ്ടല്ലോ, ഏത്? ത്രിപുര? അത് പോയല്ല. ത്രിപുരല്ല, മറ്റേ ഈ ഇതൊക്കെ പറയണേ, എന്താ ഇനി പറയാ? അത് മനസ്സിലായില്ലേ നിനക്ക്? മറ്റേ ഈ തമിഴ്നാടായിരിക്കും. തമിഴ്നാടല്ല, തമിഴ്നാട്ടിലെ എവിടെയാണ് ഹിന്ദിയൊക്കെ പറയണേ? ഹിന്ദി പറ ഡൽഹിയല്ല. അതിന് പകരം വേറൊരു ഹിന്ദി പറയണ സംസ്ഥാനം. ഹിന്ദി കുറെ സംസ്ഥാനം പറയും. മഹാരാഷ്ട്രയാണ്? മഹാരാഷ്ട്രന്ന് ഒരു കൂട്ടര് നമ്മുടെ ഇവിടുത്തെ മറ്റേ ഈ ഇതുണ്ടല്ലോ, എന്താ പറയാ, നമ്മുടെ ഈ ഭക്ഷണം. എന്ത് പറയാനാണ് സത്യേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ആലോചിച്ചത് മുഴുവൻ പോയല്ല. അതല്ലടാ, നമ്മുടെ ഈ എന്താ പറയാ, നിനക്ക് മനസ്സിലായില്ലേ ഇത്? ഇല്ലെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പാടല്ലേ, പാടം. അപ്പൊ ഈ പാടത്തൊക്കെ നോക്കൂത്തിയല്ലോ, പാടത്ത് കൃഷി. നമ്മുടെ ഈ കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കൂട്ടർ ഇവിടെ വന്നു, പഞ്ചായത്തിൽ വന്നു. ആ മഹാരാഷ്ട്രക്കാരും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒരു പേര് പറഞ്ഞല്ലോ, പ്രസിഡന്റ് മണ്ഡോദരിയും ഈ മഹാരാഷ്ട്രക്കാരും തമ്മില്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. അതറിഞ്ഞില്ലേ? ഇല്ല. അല്ലേ എന്തോരം ആളുകൾ ഇവിടെ ഉണ്ട് ഈ മഹാരാഷ്ട്ര കൂടിയൊക്കെ. എന്തൊരു കാര്യത്തിന്? എന്താണ് ഉണ്ടായത്? അല്ല, അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഭാഷ മലയാളം. അപ്പൊ അവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങി. അവർക്ക് അത് ഹിന്ദിയിൽ മനസ്സിലായില്ലോ ഒന്നും അറിഞ്ഞില്ല. എന്നിട്ട് അത് മലയാളവും ഹിന്ദി അല്ലാത്ത എന്തോ ഒന്നായി മാറി. അതിന്റെ ഒരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് ഒരു ട്രോൾ ഉണ്ടാക്കണം. അത്രേ ഉള്ളു കാര്യം. എന്നാ സത്യേട്ടൻ ഒരു ഇറക്ക് വെള്ളം കുടിക്കും. ഞാൻ പേടിച്ചു പോയി ഇത് പറഞ്ഞുണ്ടാക്കിയ. ചില സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വരും, അല്ലെങ്കിൽ ചെറിയൊരു വീക്ക് ഉണ്ടാകാൻ. ഇല്ല, അതൊന്നുമില്ല, എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാലോ. പിന്നെ ആ വീഡിയോ സത്യേട്ടൻ എന്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പണി. നാളെ നേരം വെളുക്കണത് മണ്ടുവിനെതിരെയുള്ള ട്രോള് കണികൊണ്ടുണ്ടായിരിക്കുള്ളൂ നമ്മുടെ പഞ്ചായത്ത്. നമസ്തേ. 2023 का സാമ്പത്തിക പദ്ധതി പദ്ധതിക്ക് ഇൻക്ലൂഡ് പദ്ധതിക്ക് ഇൻക്ലൂഡ് करता है. क्या मद्यपान है? हाफ बोतल क्या फुल बोतल? क्या हाफ बोतल क्या फुल बोतल? കാർഷിക പദ്ധതി. Then all the ജനങ്ങൾ all the ജനങ്ങൾ with us.
മതി മതി ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. പിന്നെ അവർ മുജേ മാലും അയ്യോ അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. അവർ സക്സസ് മതി മതി നിർത്ത്. ഉണ്ണി അതൊന്ന് നിർത്തുണ്ണി. ഞാൻ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ലക്ഷങ്ങൾ ആൾക്കാരെ കണ്ടോണ്ടിരിക്കുന്നു. ഇതെന്ത് ഭാഷയാണ്? ഹിന്ദിയാണ്. ഇപ്പോ പ്രസിഡന്റ് അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞല്ലോ. അല്ല, അത് സംഭവം ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി പിന്നെ അന്യനാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പ്രസിഡന്റിനെ ധിക്കരിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റേനി? ചെയ്യാം. ഈ ഷെയർ ചെയ്ത് എല്ലാരും പിടിച്ച് നമുക്ക് നല്ലോണം കൊടുക്കാം. ലക്ഷക്കണക്കിന് ആളെ എന്റെ ഉണ്ണി ചുമ്മാ വീട്ടിൽ പറയല്ലേ. ഇന്ന് രാവിലെ ആയപ്പോ തന്നെ ഏതാണ്ട് 4 ലക്ഷം ഷെയർ പോയി കഴിഞ്ഞു. 4 ലക്ഷം പേര് കണ്ടോ? അത് രാവിലത്തേത് മാഡം. ഇപ്പൊ ഉച്ചയോട് കൂടി ഒരു 50,000 കൂടെ എന്തായാലും കടന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഒരു 5 ലക്ഷം ഇതായിട്ടുണ്ട്. ഞാനത് ആലോചിച്ചിട്ടേ നമുക്ക് നമ്മുടെ മണ്ഡലം പ്രസിഡന്റിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വിദഗ്ധമായ ഒരു ഉപദേശം തേടാം. എന്താണ് ആലാക്കിന്റെ പേര്? ആ ട്രോള്. ഒന്ന് തുമ്മിയ ട്രോളാണ് പോടെ. ആത്മാർത്ഥം തുമ്മാൻ പറ്റില്ല. ട്രോള് തടഞ്ഞ് നടക്കാൻ പറ്റാണ്ട് ബയ്യയിക്കണത് നമ്മളെ പാർട്ടിക്ക് സീണാവത്. അതെ, മണ്ടോദരി മാഡത്തിന്റെ പ്രസംഗം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് നമ്മൾ ശക്തമായിട്ട് നേരിടണം എന്നതാ. എനിക്ക് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് നമ്മൾ ശക്തമായിട്ട് നേരിടും. അതിനാണ് ഇപ്പൊ നമ്മൾ പദ്ധതി ഉണ്ടാക്കണേ. ഇജ്ജെന്താ പറയാൻ പോയത്? അതെ, ഞാനൊരു കാര്യം പറയാം. ട്രോളിനെ ട്രോള് കൊണ്ടെടുക്കുക. മുള്ളിന് മുള്ളുണ്ടല്ലോ എടുക്കല്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് ഈ സത്യശീലൻ എന്ന് പറയുന്ന ആള് മണ്ടോലി മേഡത്തിന്റെ വായിൽ നിന്ന് വീണ ആ വാക്കിനെ പിടിച്ചാണല്ലോ ട്രോൾ ചെയ്യിപ്പിച്ചേക്കുന്നത്. തിരിച്ച് നമ്മളും അതുപോലെ തന്നെ അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വീണ സംഭവം പിടിച്ചിട്ട് നമ്മളൊരു ട്രോൾ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അല്ല, ഇതിപ്പോ ആര് ചെയ്യും മന്മത? അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാൾ എൻ്റെ ഉണ്ട്. ആര്? അതൊക്കെ ഉണ്ട് പ്രസിഡന്റ്.